എനിക്കൊന്നാമതിന് പ്രാന്ത് പിടിച്ച് നീ വെക്ക്, ഞാൻ വിളിക്കാം. വെക്ക്. എന്താടാ നിങ്ങൾ എവിടെയായിരുന്നു? എടാ ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നു, പക്ഷെ അങ്ങനെ ഒരു പയ്യനില്ലടാ അവിടെ. നിങ്ങളെന്താടാ ഡള്ളടിച്ചിരിക്കണത്? ഒന്നുമില്ല. ശരി, കേസന്വേഷണം അവർ രണ്ടുപേരിലേക്കും എത്തിയ അത് GK കൂടെ ബാധിക്കും. അയാൾക്ക് വേണ്ടി കൊല്ലും കൊലയും നടത്തിയിട്ടുള്ളവരവര്. അവർക്ക് എന്തെങ്കിലും സംഭവിച്ച അയാളുടെ കസാര തെറിക്കും. അത് അയാൾക്കറിയാം. അതുകൊണ്ടാ കൊല്ലണം. എല്ലാം എൻ്റെ മക്കളെ. ഈ പൂട്ടാരെ വിളിച്ച് പോലീസ് അന്ന് എൻ്റെ വാക്കുകളോട് അവർ വളരെ ഇമോഷണലായി പ്രതികരിച്ചുവെങ്കിലും ഉള്ളുകൊണ്ട് അവരുടെ ആവേശത്തെ എന്നും ഞാൻ പ്രോത്സാഹിപ്പിച്ചിട്ടേയുള്ളൂ. നിങ്ങൾക്കറിയാം, കലുഷിതമായ ക്യാമ്പസ് കലാപങ്ങളിലൂടെ തന്നെയാണ് എന്നിലെ രാഷ്ട്രീയ പ്രവർത്തകരും സാമൂഹിക പ്രവർത്തകരും വളർന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥി സമൂഹം ഇത്തരം കാര്യങ്ങളിൽ മുന്നിട്ടിറങ്ങണമെന്നാണ് എൻ്റെ വിശ്വാസം. എന്നാൽ ഇങ്ങനെ ഒന്ന് അവരിൽ നിന്നും ഞാൻ തീരെ പ്രതീക്ഷിച്ചിരുന്നില്ല. വാസ്തവത്തിൽ അവരെ വിശ്വസിച്ച, യുവാക്കളെ വിശ്വസിച്ച ഈ നാട്ടിലെ ലക്ഷക്കണക്കിന് ജനങ്ങളുടെ വിശ്വാസത്തെയാണ് അവർ വഞ്ചിച്ചിരിക്കുന്നത്. വേണ്ട എന്ന് എത്ര പറഞ്ഞാലും വേണമെന്ന് വാശി പിടിക്കുന്ന ചിലരുണ്ട്. വേണ്ടെന്ന് ഞാൻ പറഞ്ഞതല്ലേ. നീയൊക്കെ എന്തിനാ സാറേ? എഞ്ചിനീയേഴ്സ് പഠിച്ച് പാസ്സായി വല്ല ജോലിക്ക് പോകാതെ വെറുതെ. കൊന്നത് ഞാനല്ലെങ്കിലും ഈ കേസ് കുഴിച്ചിട്ടത് ഞാനാ. വിദ്യാർത്ഥികളെന്ന് വെച്ചാൽ ഞങ്ങൾക്ക് വേണ്ടി കൊടി പിടിക്കാനും ബാനർ കെട്ടാനും തല്ലാനും കൊല്ലാനും ചാവാനും വേണ്ടിയുള്ളവരാ. പക്ഷെ അവർ അവരുടെ അവകാശം മനസ്സിലാക്കിയ നഷ്ടപ്പെടുന്നത് ഞങ്ങളുടെ അധികാരമാണ്. അധികാരം അത് ചിലപ്പോഴെങ്കിലും ഏൽപ്പിക്കുന്നതല്ല, ജനങ്ങളുടെ എന്ന് പിടിച്ചു വാങ്ങുന്നതാണ്. മനസ്സിലായടാ? പറയാൻ വിട്ടുപോയി. നിങ്ങൾ അന്വേഷിക്കുന്ന രണ്ടുപേരെ നിങ്ങൾക്ക് പരിചയപ്പെടണ്ടേ? സുദേവ, പാവം അനിയനെ കൊന്നതിന്റെ ദേഷ്യത്തിൽ ചവിട്ടിയതാണ്. പക്ഷെ അവൻ അറിയില്ലല്ലോ, ആ ദേഷ്യം കാണിക്കേണ്ടത് നിങ്ങളോടല്ല, എന്നോടാണ്. ചിന്നക്കൊലക്കേസ് പുതിയ വഴിത്തിരിവിലേക്ക്. സഹപാഠികൾ അറസ്റ്റിൽ. സന്തോഷ് ഇവിടെ പോലീസ് സ്റ്റേഷൻ പരിസരമാകെ കോളേജ് വിദ്യാർത്ഥികൾ
കോടതിയിൽ ഹാജരാക്കുന്നതിന് മുമ്പ് തന്നെ കുറ്റം സമ്മതിച്ചുകൊണ്ടുള്ള മൊഴി നമ്മൾ രേഖപ്പെടുത്തി കഴിഞ്ഞു. ചിന്നു കൊലക്കേസിന്റെ ദൃക്സാക്ഷിയായി ഉണ്ണി എന്ന സ്കൂൾ വിദ്യാർത്ഥിയെ കൊലപ്പെടുത്തിയത് ചിന്നുവിന്റെ സഹപാഠികൾ. ബാർ അസോസിയേഷനിൽ നിന്ന് അവന്മാർക്ക് വേണ്ടി ഒരുത്തനും ഹാജരാകില്ല. പെൺകുട്ടികളെ എന്താ വിശ്വസിച്ച് കോളേജിലേക്ക് വിടും? വിദ്യാർത്ഥിനിക്ക് സംഭവിച്ചത് ഇനിയും തുടരുമോ? ചർച്ചയിലേക്ക് പോകാം. നമ്മൾ പറയുന്ന കാര്യങ്ങൾ മാത്രമേ ഇനി മീഡിയയിൽ വരൂ. സ്ത്രീ സുരക്ഷിതയല്ല, അതിനുള്ള ഉദാഹരണമാണ് ഇപ്പോൾ ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. കോടതി അവരെ റിമാൻഡ് ചെയ്താൽ പിന്നെ നമ്മൾ തീരുമാനിക്കും അവരുടെ ആയുസ്. ബാർ അസോസിയേഷനിൽ നിന്നും ഒരു വക്കീൽമാരും അവർക്ക് വേണ്ടി വാദിക്കില്ല. ഇന്ന് കൃത്യം 11 മണിയോടെ പ്രതികളെ കോടതിയിൽ ഹാജരാക്കും. ഉണ്ണി വധക്കേസ് പുതിയ വഴിത്തിരിവിലേക്ക്. പ്രതികളെ ഉടൻ തന്നെ കോടതിയിൽ ഹാജരാക്കും. ചിന്നു വധക്കേസ് ഇതിനോടകം തന്നെ സംസ്ഥാനമാകെ സംസാര വിഷയമായിരിക്കും. യുവർ ഓണർ, ഈ കേസിന്റെ അന്വേഷണ ചുമതല ബഹുമാനപ്പെട്ട കോടതി തന്നെ ക്രൈംബ്രാഞ്ചിനെ ഏൽപ്പിച്ചതാണ്. കേസിൽ പറയുന്ന പെൺകുട്ടിയെ കൊലപ്പെടുത്തിയത് അവരുടെ തന്നെ സഹപാഠികളായ 4 പേരാണെന്ന് തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ക്രൈംബ്രാഞ്ച് കണ്ടെത്തുകയും ചെയ്തതാണ്. ആ 4 യുവാക്കളെ, അല്ല 4 യുവ കൊലയാളികളെ ഈ കോടതിയുടെ മുന്നിൽ ഹാജരാക്കണമെന്ന് ഞാൻ താഴ്മയായി അപേക്ഷിക്കുന്നു. യെസ്. യുവർ ഓണർ, പ്രതികൾക്ക് പെൺകുട്ടിയോട് തോന്നിയ പ്രണയവും മറ്റു തരത്തിലുള്ള വഴിവിട്ട ആഗ്രഹങ്ങളും അതിന്മേലുള്ള തർക്കങ്ങളുമാണ് ഇവരെ ഈ ക്രൂരകൃത്യത്തിലേക്ക് എത്തിച്ചത്. കൃത്യമായ തെളിവുകളുടെ അടിസ്ഥാനത്തിലുള്ള റിപ്പോർട്ടാണ് ക്രൈംബ്രാഞ്ച് ബഹുമാനപ്പെട്ട കോടതിയുടെ മുമ്പിൽ സമർപ്പിച്ചിരിക്കുന്നത്. ആൻഡ് എബവ് ഓൾ, ഈ കേസിൽ ഒരു സാക്ഷിമൊഴി കൂടിയുണ്ട്, ആൻ ഐ വിറ്റ്നസ്. ഈ 4 പേര് ചേർന്ന് ആ പെൺകുട്ടിയെ ക്രൂരമായി പീഡിപ്പിച്ചു കൊല്ലുന്നത് കണ്ട ഒരു 17-കാരൻ 7 ദിവസങ്ങൾക്ക് മുമ്പ്, കൃത്യമായി പറഞ്ഞാൽ 7/6/2017 അവൻ അന്വേഷണ സംഘത്തിന് മുമ്പാകെ ഈ 4 പേരെ കുറിച്ചുള്ള സകല വിവരങ്ങളും മൊഴി കൊടുക്കുകയും ചെയ്തു. ഐ എം ഹിയർ ബൈ സബ്മിറ്റിംഗ് ദ സെയിം. ഈ പ്രതികൾക്ക് സമൂഹത്തെയും നീതിന്യായ വ്യവസ്ഥകളെയും വെല്ലുവിളിക്കുന്ന ക്രൂരമായ കൊലപാതക പ്രവണതയുണ്ടെന്ന് തെളിയിക്കുന്ന സംഭവങ്ങളാണ് പിന്നീട് അങ്ങോട്ട് അരങ്ങേറിയത്. യുവർ ഓണർ, മൊഴി നൽകിയതിന്റെ പേരിൽ പോലീസ് തങ്ങളിലേക്ക് എത്തുന്നു എന്ന് മനസ്സിലാക്കിയ ഇവർ വളരെ മൃഗീയമായി ആ 17-കാരനെ കൊലപ്പെടുത്തുകയാണ് ഉണ്ടായത്. മാത്രമല്ല, കൊല്ലപ്പെടുന്നതിന്റെ തലേ ദിവസം തിയേറ്ററിന്റെ പുറത്തു വച്ചവനെ മാരകമായി മർദ്ദിക്കുന്നത് കണ്ടവരുണ്ട്. യു മേ കൈൻഡ്ലി വെരിഫൈ ദ മൊബൈൽ ഫുട്ടേജ്. ഈ സംഭവത്തിന് ശേഷം പിന്നെ ലോകം കാണുന്നത് ആ ചെറുപ്പക്കാരന്റെ ചേതനയേറ്റ ശരീരമാണ്. ഒരു കുറ്റം മറച്ചുവെക്കാൻ മറ്റൊന്ന്, അത് മറച്ചുവെക്കാൻ വേറൊന്ന്. സമൂഹ മനസാക്ഷിയെ ഞെട്ടിച്ച ക്രൂരകൃത്യം ചെയ്ത ഈ 4 കൊലയാളികളെയും ഗൂഢാലോചന, സംഘം ചേരൽ, റേപ്പ് ആൻഡ് മർഡർ എന്നിവയിൽപ്പെടുത്തി IPC 107, 120B
302 and 376 വകുപ്പുകൾ ചേർത്തി ജീവപര്യന്തം തടവിന് ശിക്ഷിക്കണമെന്ന് ബഹുമാനപ്പെട്ട കോടതിയോട് ഞാൻ താഴ്മയായി അപേക്ഷിക്കുകയാണ്. That's all, Your Honor.